എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും വെളിപ്പെടുത്തി തരുന്ന ഒരു ദിവസമുണ്ട്. അയ്യോ, കുടുംബ ജീവിതങ്ങളിൽ ഇടർച്ച വരുത്തിയവരെ, ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വഞ്ചിച്ചവരെ, നിന്റെ രഹസ്യം മുഴുവൻ പരസ്യപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരുടെയും രഹസ്യങ്ങള്, നിന്റേതായ ഹൃദയത്തിൽ തോന്നിയ രഹസ്യങ്ങള്, നീ മാത്രമായിട്ട് അറിയാവുന്ന സകല പാപങ്ങളും രഹസ്യങ്ങളും ഒന്ന് പരസ്യമായിട്ട് സകല മനുഷ്യരുടെ മുമ്പിലും വെളിപ്പെടുത്തി തരുന്ന ദിവസമുണ്ട്. ഞാൻ കണ്ണൂരും പോയി പ്രസവിക്കുന്നവനാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും യേശുക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് തീർക്കണം. അതുകൊണ്ട് ഒരു രഹസ്യവും മറവായിട്ടിരിക്കുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. അവൻ അന്ന് നമ്മളെ തീപ്പൊയ്യിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രാദികളില്ല, കാലമില്ല, സമയമില്ല. സൂര്യനില്ലെങ്കിൽ പിന്നെ കാലമില്ല. പ്രിയപ്പെട്ടവരെ, അത് നിത്യതയാണ്. ആ നിത്യമായിരിക്കും തരകാക്കിയതിലേക്ക് അവൻ നമ്മുടെ ആത്മീയ ശരീരം എറിഞ്ഞു കളഞ്ഞാല് ആ തീയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു പുരോഹിതന്മാരെയും ധൂവപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല. ഞാൻ ഹിന്ദുവായിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ കുഞ്ഞുങ്ങളെ ചെയ്യുന്ന പിണ്ടാടിയത്തെയും കഴിയത്തില്ല. ഒരു പുരോഹിതന്മാരുടെയും ധൂവപ്രാർത്ഥനയ്ക്കോ മരണാന്തര ശേഷക്രിയയ്ക്കോ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത അത്യനരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാന് ഞാനിത് ആ കഷ്ടം സഹിച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം എന്താണ്? കഴിക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ ചിന്തകളും നിരൂപണങ്ങളും സ്വർഗത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടാണ് നിങ്ങളുടെ ഹൃദയം പോകുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ രക്ഷകനായിരിക്കുന്ന കർത്താവിനെ നിങ്ങൾ തള്ളിക്കളയാണ്. എന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ എന്നെ അയച്ച ക്രിസ്തുവിനെ അറിയുന്നു. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ അവനെ അയച്ച സർവ്വശക്തനായിരിക്കുന്ന പിതാവിനെ അറിയുന്നു. തള്ളിക്കളയുന്നുവെങ്കിലും അവണ്ണം തന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ തള്ളിക്കളയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ, നിങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് സ്ഥാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിങ്ങളുടെ ജീവിതം പൂർത്തീകരിച്ച് സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായിരിക്കുന്ന ഭവനം കരസ്ഥമാക്കിക്കൊള്ളു എന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു.